Start camera. Rolling, sir. Action! ലാലേട്ടൻ ഈസ് ബാക്ക് എന്ന് വളരെ സന്തോഷവാനായി എനിക്ക് പറയാൻ പറ്റും. ഞാനിന്ന് ആ സ്ക്രീനിൽ കണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. ചുമ്മാ പറയുന്നല്ല, സെന്റിമെന്റ്സ് കണ്ട് പറഞ്ഞിട്ടല്ല, അത് ലാലേട്ടനെ ഇങ്ങനെ കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷത്തിൽ നിറയുന്ന കണ്ണ്. കണ്ണുകൊണ്ട് അഭിനയിക്കാൻ എന്നാ ഈ ലോകത്ത് വേറെ കുറച്ച് പേർക്കേ പറ്റൂ. അത് അതിലെ മാസ്റ്റർ ഡിഗ്രി അല്ല, അതിന്റെ വല്ല PhD ഒക്കെ കഴിഞ്ഞ് വേറെ സാധനം എടുത്ത മനുഷ്യനാണ് ഇങ്ങേരി. ഫാൻ ബോയ് പണി വെച്ചെടുക്കുന്ന പറയുന്ന സാധനം ഇതാണ് ഫാൻ ബോയ്. ഇങ്ങനെയാണ് ലാലേട്ടനെ ട്രീറ്റ് ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് ഒരു സാധനം കൊടുക്കേണ്ടത്. അല്ലാതെ വെറുതെ കുറെ സീൻസ് എഴുതി വെച്ച് പരിപാടിയില്ല. വലിയ ആരവത്തോടുകൂടി തള്ളി തട്ടിൽ കയറ്റിയ സിനിമയാണ് എമ്പുരാൻ. ആ ആരവവും തള്ളുമില്ലായിരുന്നെങ്കിൽ എന്താ ഇതിന്റെ കഥ? ടോപ്പ് 10 ടെററിസ്റ്റുകളിൽ മൂന്നാമനാണ് ഖുറേഷി. അൽ ഖൈദയുടെ ഏഷ്യ പസഫിക് മൂവ്മെന്റ് വിംഗ് കമാൻഡറാണ് ഇയാൾ. എങ്ങനെയുണ്ട്? നിന്റെ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഇല്ല. ആ സിനിമ ഒരു ശരാശരി സിനിമയായി അവശേഷിക്കുമായിരുന്നു. ഇന്നും അവർ 300 കോടി 350 കോടി എന്നൊക്കെ നാട്ടുകാർക്ക് ഇത്തിരി കലാബോധം ഉണ്ടാവട്ടെ എന്ന് വെച്ചാൽ സമ്മതിക്കില്ലല്ലേ? ബാക്കി പറ. അവകാശപ്പെടുമ്പോഴും അതൊക്കെ എത്രമാത്രം വാസ്തവമാണ് എന്ന് പിന്നീട് നമ്മൾ തിരിച്ചറിയും. തുടരും. അത് മോഹൻലാലിന്റെ കരിയറിലെ ഏറ്റവും മനോഹരമായ സിനിമകളിൽ ഒന്നുമാണ്. മലയാള സിനിമ കണ്ട ഏറ്റവും സുന്ദരമായ സിനിമകളിൽ ഒന്നാണ്. അത്ര വലിയ സ്റ്റാർ വാല്യൂ ഒന്നും ഉള്ളവന്മാരല്ല, പക്ഷേ അവന്മാരുടെ കയ്യിൽ ഒരു ഐറ്റം. എന്തൊരു അഭിനയമാണ് മോഹൻലാലിൻ്റെത്. പലപ്പോഴും പറയാറുണ്ട് മോഹൻലാലിന്റെ അഭിനയ സാധ്യത ഇല്ലാതായി. ഒരിക്കലും ഇല്ലാതായിട്ടില്ല. അങ്ങനെ പഴയത് പുതിയത് ഒന്നുമില്ല. അപ്പം ലാലേട്ടനൊന്നും ലാലേട്ടൻ തന്നെ തുടരും. അപ്പം കൊലത്തോക്ക് Yeah, I'm here to make you hurt. That's the only way I work.